നമസ്കാരം, ഏവർക്കും നവരസ മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആദർശ് മൈത്രി ദാനശീലൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ മണ്ടത്തരങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാം, ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് ഒരുപാട് പേര് ആരാധിക്കുന്ന, ഒരുപാട് പേര് ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. എന്നാൽ അദ്ദേഹം ചെയ്ത മണ്ടത്തരങ്ങൾ ഇന്നും ഇന്ത്യയെ വേട്ടയാടുന്നുണ്ട്. ആ മണ്ടത്തരങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്നും ഇത്തരം ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ചെയ്യുന്നതിന് അതൊരുപാട് പ്രചോദനമാണ്. ആദ്യത്തെ മണ്ടത്തരം എന്ന് പറയുന്നത് 1947 അന്നത്തെ ഹൈദരാബാദ് നിസാമിന് ഹൈദരാബാദിനെ ഇന്ത്യയിലോട്ട് ലയിപ്പിക്കണമെന്ന് ഒരു താല്പര്യവുമില്ലായിരുന്നു. മറിച്ച് പാകിസ്ഥാനിലോട്ട് ഹൈദരാബാദിനെ ലയിപ്പിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ താല്പര്യം. ഈ ഒരു തീരുമാനത്തെ ജവഹർലാൽ നെഹ്റു എതിർത്തിരുന്നില്ല. മറിച്ച് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഇടപെടൽ മൂലമാണ് ഹൈദരാബാദ് ഇന്ത്യയോട് ലയിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, അന്ന് ഹൈദരാബാദ് പാകിസ്ഥാനിലോട്ടാണ് ലയിച്ചിരുന്നതെങ്കിൽ ഇന്ത്യക്കകത്ത് ഒരു കാശ്മീരിനെ നമുക്ക് കാണേണ്ടി വന്നേനെ. മറ്റൊരു മണ്ടത്തരം, വലിയൊരു മണ്ടത്തരം എന്ന് പറയുന്നത് 1950 UNOയുടെ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ്റെ സ്ഥിരാംഗത്വം ഉള്ള ഒരു വാഗ്ദാനം ഇന്ത്യക്ക് വരികയാണ്. സ്ഥിരാംഗത്വം നേടാനുള്ള വാഗ്ദാനം ഇന്ത്യക്ക് വരികയാണ്. എന്നാൽ ജവഹർലാൽ നെഹ്റു അത് സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് ചൈനയ്ക്ക് നൽകൂ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. 1955 റഷ്യ ഇന്ത്യയോട് ആവശ്യപ്പെടുന്നുണ്ട് UN അംഗമാകാൻ. പക്ഷേ ഇന്ത്യ താല്പര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഇന്ത്യ അംഗമാകാൻ ശ്രമിക്കുന്നില്ല. 1960 ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടാവുകയാണ്. ഭായ് എന്നൊക്കെ പറഞ്ഞു നിന്നതിന് ശേഷം 1960 ചൈന നമുക്കിട്ട് പണി തന്നു. ഇന്ത്യ ചൈന യുദ്ധം നടക്കുകയാണ്. ആ ഒരു സമയത്ത് ആയിരക്കണക്കിന് പട്ടാളക്കാരാണ് മരിച്ചു വീണത്. 1962 ഈസ്റ്റ് ഇന്ത്യയിൽ ഹെക്ടർ കണക്കിന് ഭൂമി, അവിടുത്തെ ട്രൈബൽസിനെയൊക്കെ 40,000 വരുന്ന ട്രൈബൽസിനെയൊക്കെ കൊന്നൊടുക്കി ഹെക്ടർ കണക്കിന് ഭൂമിയാണ് ചൈന സ്വന്തമാക്കിയത്. എന്നാൽ അന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ തീരുമാനം എന്ന് പറയുന്നത് അത് തിരിച്ചെടുക്കണമെന്ന് ആയിരുന്നില്ല. മറിച്ച് അത് വേസ്റ്റ് ആയിട്ടുള്ള ഒരു ലാൻഡാണ്, അവിടെ ഫെർട്ടിലിറ്റി ഇല്ല, അല്ലെങ്കിൽ വളക്കൂറില്ലാത്ത മണ്ണാണത്. അതുകൊണ്ട് തന്നെ അത് നഷ്ടപ്പെട്ടാലും ഒന്നുമില്ല എന്നൊരു തരത്തിലായിരുന്നു ജവഹർലാൽ നെഹ്റുവിൻ്റെ നിലപാട്. ഇന്ന് ആ സ്ഥലം കൈയടക്കി വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ചൈനയാണ്. മറ്റൊരു മണ്ടത്തരം എന്ന് പറയുന്നത് 1950 അന്നത്തെ ഒമാൻ സുൽത്താനായിരുന്ന ഒമാൻ ബിൻ തൈമൂർ ഇന്ത്യക്ക് ഗദ്വാർ പോർട്ട് നൽകാനായിട്ട് തീരുമാനിച്ചു. എന്നാൽ അത് സ്വീകരിക്കാനായിട്ട് പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു തയ്യാറായിരുന്നില്ല. ഞങ്ങൾക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ന്യായം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് നോക്കുകയാണെങ്കിൽ ഗദ്വാർ തുറമുഖം ഇന്ത്യക്കും ചൈനയ്ക്കും പാകിസ്ഥാനും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു പോർട്ടാണ്. മറ്റൊരു മണ്ടത്തരം അദ്ദേഹം ചെയ്തതെന്ന് പറയുന്നത്, കാബു വാലി എന്ന് പറയുന്ന ഒരു പ്രദേശം ഉണ്ടായിരുന്നു. ആ ഒരു പ്രദേശം ബർമ്മയ്ക്ക് ഫ്രീ ആയിട്ട് എഴുതി കൊടുക്കുകയായിരുന്നു. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലമായിരുന്നു കാബു വാലി. അത് ബർമ്മയ്ക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയായിരുന്നു. മറ്റൊരു ഐലൻഡായ കൊക്കോ ഐലൻഡും ഇതുപോലെ ബർമ്മയ്ക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ന് അത് ഇല്ലീഗലി ഒക്കുപ്പൈഡ് ബൈ ചൈന, അതായത് ചൈനയാണെന്നത് ഇല്ലീഗലി ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൈനയുടെ തീരുമാനത്തിലാണ്, ചൈനയുടെ കൺട്രോളിലാണ് ഇന്ന് ആ ഒരു ഐലൻഡ് മൊത്തമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു ഐലൻഡ് കൊടുക്കാനായിട്ട് ജവഹർലാൽ നെഹ്റു തീരുമാനിക്കുകയായിരുന്നു. മറ്റൊരു മണ്ടത്തരം എന്ന് പറയുന്നത് 1947 നേപ്പാളിൽ ഇന്ത്യയോട് ചേരണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ നേപ്പാളിനെ ഒരു സ്വതന്ത്രമായ രാജ്യമായിട്ട് തന്നെ നിലനിൽക്കാനായിട്ട് നെഹ്റു ഉപദേശിക്കുകയായിരുന്നു. നേപ്പാളിനെ സ്വീകരിക്കാനായിട്ട് അദ്ദേഹം തയ്യാറായിരുന്നില്ല. മറ്റൊരു മണ്ടത്തരം എന്ന് പറയുന്നത് പാകിസ്ഥാനിലുള്ള ബലൂചിസ്ഥാൻ, അവിടുത്തെ രാജാവിന് ഇന്ത്യയുമായിട്ട് ചേരണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ ഈ ഒരു ആഗ്രഹവും നെഹ്റു തട്ടി മാറ്റുകയായിരുന്നു ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന് ഒരു പീസ് മൈൻഡഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും ശാന്തനായ നേതാവെന്ന് അറിയപ്പെടാനായിരുന്നു ആഗ്രഹം. താൻ യുദ്ധത്തിനെതിരാണ്, താൻ ശാന്തനായിട്ടുള്ളൊരു നേതാവാണ് എന്നൊക്കെ അറിയാനായിരുന്നു അദ്ദേഹം താല്പര്യപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് ഇത്രയേറെ മണ്ടത്തരങ്ങൾ അദ്ദേഹം ചെയ്തത്. എന്നാൽ ഈ മണ്ടത്തരങ്ങളെല്ലാം ഇന്ത്യയിൽ ഇന്ന് പ്രതികൂലമായിട്ടാണ് ബാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്നും ഇത്തരം ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ചെയ്യുന്നതിന് അതൊരുപാട് പ്രചോദനമാണ്. വീഡിയോ ലൈക്ക് ചെയ്യണം, വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യണം. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.